പുല്ലല ഓങ്കാരേശ്വരം ദേവസ്വത്തിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് KV പ്രസന്നൻ. ഗുരുചരണങ്ങളിൽ പ്രണാമം. ശ്രീനാരായണ ഗുരു 1927 ജൂൺ മാസം 25-ാം തീയതി കണ്ണാടിയിൽ പ്രണവപ്രതിഷ്ഠ നടത്തിയ ഓങ്കാരേശ്വരം ക്ഷേത്രം 100ൻ്റെ നിറവിലേക്ക് എത്തുകയാണ്. 99ാമത് മഹോത്സവത്തിന് ദീപം തെളിയുന്നത് ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ്. 23-ാം തീയതി ഉത്സവം അവസാനിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ തൃക്കൈകളാൽ പ്രതിഷ്ഠ നടത്തുകയും ആ ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യ സന്നിധിയാണ് പുല്ലല ഓങ്കാരേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ ദുഃഖ നിവാരണങ്ങൾ വരുത്തുന്നതിന് പ്രശസ്തി ആർജിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. സങ്കടങ്ങളെ ഇല്ലാതാക്കി സന്തോഷങ്ങൾ നൽകി അവരെയെല്ലാം നല്ല സന്തോഷവാന്മാരാക്കി പോകുന്ന ദിവ്യ ചൈതന്യം നിലനിൽക്കുന്ന ഈ ഭൂമി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഇന്നും കരം തീർക്കുകയും ശ്രീനാരായണ ഗുരു തന്നെ തന്ത്രിയായിട്ടും ശ്രീനാരായണ ഗുരു തന്നെ പ്രതിഷ്ഠയായിട്ടും പ്രണവത്തിൽ എല്ലാവരും ഒരേപോലെ തന്നെ ഈശ്വര ചൈതന്യമുള്ളവരാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു 1888 അരിവിപ്പുറത്തൊരു ശിലയെ ദൈവമായി സങ്കല്പിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് എത്തിയെങ്കിൽ ശ്രീനാരായണ ഗുരു കണ്ണാടിയിലെ പ്രണവപ്രതിഷ്ഠയിലേക്ക് എത്തുമ്പോൾ നീ തന്നെ ദൈവമെന്ന് കാണിക്കുന്ന തലത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. ആ ആത്മചൈതന്യത്തിൻ്റെ പ്രവർത്തകരായി ശ്രീ PV ബിനേഷ് പ്ലാത്താനത്ത് അവർ പ്രസിഡൻ്റായിട്ടും KS പ്രീജു വൈസ് പ്രസിഡൻ്റായിട്ടും ഞാൻ സെക്രട്ടറി ആയിട്ടും ശ്രീ NN പവനൻ ഖജാൻജി ആയിട്ടും TP സുഗലാൽ TD സന്തോഷ് എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ടും മറ്റ് അംഗശാഖയിൽ നിന്നുള്ള 6 ശാഖയിൽ നിന്നുമുള്ള 2 വീതം ഉള്ള അംഗങ്ങളാണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത്. വലിയ വിപുലമായ പരിപാടികളാണ് 100ാമത്തെ വർഷം ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുന്നത്. അതോടനുബന്ധിച്ചിട്ടുള്ള വലിയ വിളംബര ജാഥകളും അതുപോലെ തന്നെ ഗ്രാമാന്തരങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശവും ദർശനവും എത്തിക്കുന്നതിനുള്ള വിപുലമായ പരിപാടികൾക്ക് രൂപം നൽകി വരികയാണ്. നിങ്ങൾക്കെല്ലാവർക്കും 99ാമത് ഉത്സവത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇനി വീണ്ടും നമുക്ക് വലിയ പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.